എല്ലാവർക്കും നമസ്കാരം. കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത്. 2025 പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 2025 എന്നൊരു വർഷം ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങളോ? നിങ്ങൾക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ജീവിതം ഇങ്ങനെ കടന്നു പോകും. ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കും. പലതും സംഭവിക്കും, പലതും കാണും, പലതും കേൾക്കും. നമ്മളായിട്ട് എന്താണ് സൃഷ്ടിക്കുന്നത്, നമ്മൾ എന്താണ് ഇവിടെ അവശേഷിപ്പിക്കുന്നത് എന്ന ചോദ്യം സ്വയം ചോദിക്കുക. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഇല്ല, അവിടെ അവസാനിപ്പിക്കരുത്. തുടർന്നും എന്താണ് ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ ബാക്കി വെക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ആലോചന നിർബന്ധമാണ്. ഒരുപാട് ജീവികൾ ഈ ലോകത്തുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് തരത്തിൽ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ മെജോറിറ്റി എളുപ്പത്തിൽ വളരെ കംഫർട്ടബിളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ കംഫർട്ടാണ് നമ്മളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് വളർച്ചയിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. നമ്മുടേതായ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ എത്ര കാലം? നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കി എത്ര കാലം? ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തണം. മറ്റുള്ളവർ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. നമ്മുടെ അവസരങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ കൊണ്ടുത്തരും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നമ്മുടെ സൃഷ്ടിക്ക്, നമ്മുടെ അടയാളപ്പെടുത്തലിന് നമ്മളാണ് ഉത്തരവാദി. അതിൻ്റെ അവകാശിയും നമ്മൾ തന്നെയാണ്. വിജയിക്കുക എന്നതും എളുപ്പമല്ല. വിജയിക്കുക എന്നുള്ളത് പരാജയപ്പെടാതിരിക്കുക എന്നതല്ല. നമ്മൾ വിജയിച്ചുകൊണ്ട് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ്. വിജയം, ഒരുപാട് വിജയങ്ങൾ ഇന്നത്തെ കാലത്ത് എളുപ്പമാണ്. എല്ലാ വിജയത്തെയും മാറ്റി അതിനെ പുതിയൊരു മുഖത്തോടെ, പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അതുതന്നെയാണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം. ജീവിതത്തിൻ്റെ അർത്ഥം തേടാൻ ഓരോരുത്തർക്കും ഈ പുതുവർഷം സഹായകമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. പുതിയൊരു തീരുമാനത്തോടെ, എന്നും എടുക്കുന്ന റെസൊല്യൂഷനോട് അല്ലാതെ പുതിയ ഉറച്ച ആത്മവിശ്വാസത്തോടെയുള്ള, ധൈര്യത്തോടെയുള്ള, പർപ്പസ്ഫുള്ളായ, വളരെ പെർസീവിയറൻസോടുകൂടിയ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാൻ, റെസൊല്യൂഷൻ പാസ്സാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സ്നേഹം, പുഷ്പാകരൻ, നിങ്ങളുടെ പ്രിയ സുഹൃത്ത്.